ഇപ്പൊ താനെന്തിനാ എനിക്കത് സെൻഡ് ചെയ്തത്? ചുമ്മാ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് വെച്ചു. ഈ ഫോട്ടോ വെച്ച് താൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശം? വീട്ടുകാരുമായി പറഞ്ഞുറപ്പിച്ച് നിശ്ചയം വരെ എത്തിയ ബന്ധമായിരുന്നു നമ്മുടേത്. എന്നിട്ട് അപ്പുവിന്റെ കാരണം പറഞ്ഞ് താൻ നന്നായിട്ട് എന്നെ തേച്ചിട്ടങ്ങ് പോയി. അപ്പൊ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ച് ചെയ്യണ്ടേ മാളുസേ? താനിപ്പോ പറയുമായിരിക്കും ഈ ഫോട്ടോ കണ്ടാലൊന്നും തന്റെ ഡോക്ടർ തന്നെ സംശയിക്കാനൊന്നും പോകുന്നില്ലെന്ന്. ഇതുപോലൊരു ഫോട്ടോയും ഒപ്പം എരിവും പുളിവും ചേർത്ത ലേശം കഥകൾ കൂടി വിളമ്പിയാൽ ഏത് പുണ്യാളന്റെ മനസ്സൊന്ന് ആടിപ്പോവും. വിശേഷിച്ചും കല്യാണം ഉറപ്പിച്ച രണ്ടുപേർ തമ്മിലുള്ള ഡേറ്റിംഗ് ആവുമ്പോ. എന്താ സംശയമുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചുതരാം, കാണോ? എന്റെ വിരലൊന്ന് അമർന്ന അടുത്ത നിമിഷം ഈ ഫോട്ടോ തന്റെ ഡോക്ടറിന്റെ ഫോണിലേക്ക് പറക്കും. ഒപ്പം എന്റെ ശബ്ദത്തിൽ ഒരു മസാല കലക്കൽ ഫ്രീ. ഡോക്ടർ നിന്നെ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ആ സമയം മുതൽ മാളവിക അയാൾ സംശയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. തന്റെ ജീവിതം അതോടൊരു ട്രാജഡിയായി മാറും. അരുൺ പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ താൻ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ മാളവിക, തന്നെ ദ്രോഹിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പക്ഷെ ഈ ഒരു തവണ താൻ എന്നെ ഒന്ന് അനുസരിക്കണം. വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് താനൊന്ന് കേൾക്കണം, അത്രേ ഉള്ളൂ. ശരി, തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. അതങ്ങനെ ഫോണിൽ പറയേണ്ട ഒരു കാര്യമല്ല മാളൂസേ. താനൊന്ന് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. 5 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ ഞാൻ ഫ്രീ ആക്കാം. ഇല്ല, എനിക്കത് പറ്റില്ല. പ്ലീസ് അരുൺ, എന്നെ നിർബന്ധിക്കരുത്. താൻ വരും, വന്നേ പറ്റൂ. 10 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ താൻ വീടിന് പുറത്ത് വന്നില്ലെങ്കിൽ ഇപ്പൊ താൻ കണ്ട ഈ ഫോട്ടോ ഡോക്ടർ ജോബിൻ അലക്സിന്റെ നമ്പറിലേക്ക് ഞാൻ സെൻഡ് ചെയ്തിരിക്കും. എന്ത് വേണമെന്ന് താൻ തീരുമാനിക്കും. ഈ ഫോൺ കട്ടായാൽ അപ്പ തുടങ്ങും കൗണ്ട് ഡൗൺ. ആന്റി, ഞാനിപ്പോ വരാമേ. അല്ല, നീ ഇതെവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം ആന്റി. പുറത്തെവിടെ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. ആരെ കാണാനാണെങ്കിലും നീ വല്ലതും കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാൻ നിന്നാ ലേറ്റ് ആവും. അല്ല, ആരായി ഫ്രണ്ട്? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു കുട്ടിയാ. അവളിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാ. എന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. ലൈബ്രറിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യാ, ഉടനെ ചെല്ലാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാളു? ഇന്നലെ വൈകുന്നേരം മുതൽ നീ ഒരു വക കഴിച്ചിട്ടില്ല. ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാനാണോ ഉദ്ദേശം? നീ കഴിച്ചിട്ട് പോയാ മതി. ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തോളൂ. ചെന്നിട്ട് അത്യാവശ്യ കാര്യമൊന്നും സാധിക്കാനില്ലല്ലോ, ഫ്രണ്ടിനെ കാണാനല്ലേ? അത് പറ്റില്ല ആന്റി. എന്നെ കണ്ടിട്ട് വേണം അവൾക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താൻ. ഞാൻ താമസിച്ച അവൾക്ക് ട്രെയിൻ മിസ്സാവും. ഞാൻ പോയിട്ട് വേഗം വരാം ആന്റി. പോവാണേ. ഈ കുട്ടി ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെ? ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫ്രണ്ടിനെ കണ്ടതിന്റെ ഷോക്കിൽ ആൾ അപ്സെറ്റായി പോയത്. എനിക്കറിയായിരുന്നു മാളു നീ വരുമെന്ന്. വരാതിരിക്കാൻ നിനക്കാവില്ല. വന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നൊക്കെ എനിക്കറിയാം. നിനക്ക് നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഡോക്ടറെ പോലെ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാള് എന്നും നിന്റെ ഭർത്താവ് പദവിയിൽ ഉണ്ടാവാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാ നീ ഈ കോംപ്രമൈസിന് വഴങ്ങിയെന്ന് എനിക്കറിയാം. സാരമില്ല മാളു, ഞാൻ ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് നിന്റെ ഡോക്ടറിനോട്. വരാൻ പറ്റില്ല നീ തീർത്ത് പറഞ്ഞപ്പോ ഞാനൊന്ന് വിരട്ടിയതല്ലേ തമാശയ്ക്ക്. താൻ ടെൻഷനൊന്നും ആവണ്ട.
ഞാൻ അയാൾക്ക് ഈ ഫോട്ടോ ഒന്നും അയക്കുന്നില്ല, ഒന്നും പറയാനും പോകുന്നില്ല. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, അതിന് താൻ വില്ലിങ് ആവണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം നമ്മൾ ഇവിടെ വെച്ച് ഇപ്പൊ ഒരു കോംപ്രമൈസിലെത്തും. എന്താ താനൊന്നും പറയാത്തത്? കോംപ്രമൈസ് എന്നതുകൊണ്ട് അരുൺ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറയാദ്യം. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇനി പറഞ്ഞാലേ അറിയുള്ളൂ മാളവികയ്ക്ക്. തനിക്ക് ഞാൻ വഴങ്ങിത്തരണമെന്നാവും അല്ലേ? താങ്ക്സ് മാളവിക. ഞാൻ പറയാതെ തന്നെ എൻ്റെ ആഗ്രഹം താൻ മനസ്സിലാക്കിയതിന്. ഒപ്പം പഠിക്കുന്ന ഒരു പെണ്ണിനെ, അതും കല്യാണം കഴിച്ച് കുടുംബിനിയായി ജീവിക്കുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചുപോയി. സ്വന്തമാക്കാൻ തന്നെയായിരുന്നു അത്. പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ആ അവസരം തട്ടിത്തെറിപ്പിച്ചത് നീ തന്നെയാ. പോട്ടെ, അത് ഞാൻ സഹിക്കുമായിരുന്നു. ഇനിയിപ്പോൾ സുമി ശ്രീകുമാറും സാംകുട്ടിയൊക്കെ പറഞ്ഞതുപോലെ നീ നിന്റെ അപ്പുവിനെ കല്യാണം കഴിച്ചാൽ പോലും ഞാൻ അതും സഹിക്കുമായിരുന്നു. ഒരു പെണ്ണാണായാൽ അത്രയ്ക്ക് ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് സമാധാനിച്ചേനെ. പക്ഷെ എൻ്റെ കൺമുമ്പിലൂടെ ആണൊരുത്തൻ്റെ തോളി കൈയിട്ട് നീ നടന്നു പോകുന്നത് കണ്ടപ്പോൾ, അവരെ കൊണ്ട് നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നപ്പോൾ അതെനിക്കങ്ങ് നൊന്തുമോളെ. അന്നേ ഞാൻ മനസ്സിലുറപ്പിച്ചതാ നിന്നെ ഇതുപോലെ ഇങ്ങനെ എൻ്റെ മുന്നിൽ വരുത്തുമെന്ന്. ഇന്ന് അങ്ങനൊരു ദിവസം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതായത്. പക്ഷെ നിന്റെ ഫാമിലി ലൈഫ് ഓർത്ത് ഞാൻ ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കാം. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ അരുൺ ഭാസ്കർ? താൻ എന്താ വിചാരിച്ചത്? തന്നെ പേടിച്ച് തന്റെ ഇഷ്ടത്തിന് വഴങ്ങിത്തരാൻ വന്നതാണ് ഞാനെന്നോ? എങ്കിൽ തനിക്ക് തെറ്റി. ഇതിന്റെ പേരിൽ ഇനി എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും തന്റെ ആ മോഹം നടക്കാൻ പോകുന്നില്ല. പേടിക്കണ്ട. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതിനും ഭീഷണിപ്പെടുത്തിയതിനും ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചതിനും തന്റെ പേരിൽ ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ ഇനിയും താനിത് തുടർന്നാൽ അതിന്റെ പേരിൽ എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടാ താനിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നീ എന്തെന്നെ ഭീഷണിപ്പെടുത്താണോ? ആയിക്കോ, നീ കേസ് കൊടുക്കുകയോ പിങ്ക് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അരുൺ പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകർത്തിട്ട് ഞാൻ പോവും. അരുൺ, തനിക്കെന്താ ഭ്രാന്താണോ? അരുൺ, നമ്മൾ രണ്ടുപേരും വീണ്ടും സുഹൃത്തുക്കളാവണമെങ്കിൽ അതുപോലും അംഗീകരിക്കാൻ മനസ്സുള്ള ഒരാളാ എന്റെ ഭർത്താവ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാവ മനുഷ്യനെ ചതിക്കണമെന്ന് പറയാനാ താൻ ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നത്. എങ്ങനെ തോന്നുന്നു അരുൺ? ഒന്നുമില്ലെങ്കിലും തന്റെ കൂടെ പഠിച്ചതല്ല ഞാൻ. പറഞ്ഞല്ലോ, തന്നെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നോണ്ടാ. സോറി, ഇതിന്റെ പേര് ഇഷ്ടമെന്നല്ല. അങ്ങനെ ഒരു ഇഷ്ടത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ തന്റെ കയ്യിലുള്ള ഫോട്ടോ, വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ടുപേര് തമ്മില് ഇന്റിമസിയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ പേരിലാണ് തന്റെ ഈ ഭീഷണിയെങ്കിൽ അയക്കോ? താനത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തോ? എന്താ സത്യത്തിൽ നടന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്തോളാം. ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞ് താൻ എന്നെ വിളിച്ചു പോരുത്. പൊയ്ക്കോണം. നീ ഇതിന് ദുഃഖിക്കേണ്ടി വരും ആളോ, നോക്കിയോ? അങ്ങനെ ദുഃഖിക്കേണ്ടി വന്നാലും തന്നെ പോലെ ഒരുത്തന്റെ മുന്നിൽ ഞാൻ തോറ്റു തരില്ല. ഒന്ന് പോടോ. വേണമെങ്കിൽ വല്ല എമർജൻസി സിറ്റുവേഷൻ മെൻഷൻ ചെയ്ത് VP നാളെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാം നമുക്ക്. പക്ഷെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നേ ഞാൻ പറയൂ. നാളത്തെ അസൗകര്യം പരിഗണിക്കുന്ന കോടതി ഇമ്മീഡിയറ്റ് ഡേറ്റിൽ തന്നെ വീണ്ടും ഹാജരാകാൻ പറയും. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് 1 or 2 തവണ നമുക്കത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റിയേക്കും. പക്ഷേ അങ്ങനെ ഓരോ തവണ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുമ്പോൾ കോടതി നമ്മളെ സംശയപൂർവ്വം നിരീക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല നന്ദൻ. ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് വേണം VPയുടെ ട്രീറ്റ്മെൻറ്റ് തുടരാനും അപ്പുവിൻ്റെ സർജറി നടത്താനും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തലവേദന ഒഴിഞ്ഞു കിട്ടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തു പറയുന്നു? എൻ്റെയും ചോയ്സ് അത് തന്നെയാ സർ.
അങ്ങനെയാണെങ്കിൽ പണിക്കർ സാർ അപ്പോൾ നാളെ തന്നെ കോടതിയിൽ ഹാജരാവട്ടെ. എന്താ? VP ഈ ഒരു സിറ്റുവേഷനിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദോഷകരമായിട്ടൊന്നും. അതൊക്കെ കോടതി എങ്ങനെ ഈ കേസ് പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് അപ്പുവിൻ്റെ മൊഴി ഈ കേസിനെ സംബന്ധിച്ച് ഒരു നിർണായക ഘടകമാണ്. നന്ദൻ അപ്പുവിനോട് പിന്നെ സംസാരിച്ചോ? എന്താ അവളുടെ ആറ്റിറ്റ്യൂഡ്? ഞാൻ ചോദിച്ചിട്ട് അവൾ വ്യക്തമായിട്ട് ഉത്തരം തന്നിട്ടില്ല ഇതുവരെ. എന്നോടും അങ്ങനെ തന്നെയാണ് അപ്പുവിൻ്റെ ഒരു സമീപനം. കോടതിയിൽ പണിക്കർ സാറിന് അനുകൂലമായിട്ടാണോ അതോ എഗെയിൻസ്റ്റ് ആയിട്ടാണോ അപ്പു സംസാരിക്കാൻ പോകുന്നതിൻ്റെ വ്യക്തമായൊരു പിക്ചർ കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല മാഡം. അപ്പോൾ എന്തായിരിക്കും കോടതിയിൽ പറയാൻ പോകുന്നതെന്ന് ഒരു പരിധിക്കപ്പുറം എനിക്കും ആ കുട്ടിയെ നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. അപ്പുവിൻ്റെ മനസ്സിൽ മറ്റെന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു നന്ദൻ. ഇപ്പം തന്നെ നമ്മളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒഴിഞ്ഞു മാറിയത് കണ്ടില്ലേ? നന്ദൻ പറഞ്ഞതുപോലെ ആ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ അപ്പുവിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെ കണ്ടിട്ട് വന്നതിന് ശേഷമാണ് അപ്പുവിന് ഈ മാറ്റം. അതാ എൻ്റെ പേടിയും. കോടതിക്ക് പല കാര്യങ്ങളിലും അപ്പുവിൽ നിന്ന് നേരിട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ടിവരും. അവിടെയൊക്കെ അപ്പു VPയെ ഫേവർ ചെയ്താൽ നമുക്കതൊരു അനുകൂല ഘടകമായേനെ. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ VP ഒരു മനോരോഗിയാണെന്ന് പരിഗണന നൽകണമെന്ന് മാത്രമേ നമുക്ക് കോടതിയോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ. അത് കോടതി എത്രമാത്രം അനുഭാവപൂർവ്വം പരിഗണിക്കുന്നെന്ന് പറയാനാവില്ല. ഏതായാലും നാളെ നമ്മൾ രണ്ടും കൽപ്പിച്ച് പണിക്കർ സാറിനെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനുള്ള റിപ്ലൈ സാറ് നല്ല മൂഡിലായിരിക്കുമ്പോൾ മാഡം ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വെച്ചേക്ക്. ശരി നന്ദൻ. അപ്പം ഞാൻ ഇറങ്ങട്ടെ. പിന്നീട് ഞാൻ അപ്പുവിനെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ചിലപ്പോൾ അപ്പോൾ ഒന്ന് മനസ്സ് ഓർക്കാൻ തയ്യാറായെങ്കിലോ. ശരി, രാവിലെ കാണാം. മാളൂന് എങ്ങനെയുണ്ട് മമ്മി? പിന്നെ വോമിറ്റ് ചെയ്തോ? ഇല്ല, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനിപ്പോ നോക്കുമ്പോ ആള് നല്ല ഉറക്കമാ. പാവം വല്ലാതെ അങ്ങ് തളർന്നു പോയി. ഇന്നലെ ഇന്നൊന്നും ഫുഡ് പ്രോപ്പർ ആയിരുന്നില്ലല്ലോ, അതുകൊണ്ടുള്ള ഗ്യാസ് ഫോർമേഷൻ ആയിരിക്കും. മമ്മി വിഷമിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ആളങ്ങ് ഓക്കെ ആയിക്കോളും. ഞാനൊന്ന് നോക്കട്ടെ. ജോബിൻ, എന്താ മമ്മി? മാളൂന് വേറെന്തെങ്കിലും പ്രശ്നം ഉള്ളതായി അവള് നിന്നോട് വലുതും പറഞ്ഞായിരുന്നോ? ഇല്ല മമ്മി. എന്താ മമ്മി ചോദിച്ചേ? ചിലപ്പോ എന്റെ വെറും ഊഹങ്ങളോ സംശയങ്ങളോ ഒക്കെ ആവാം. അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചത്. മമ്മി കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. മാളൂന്റെ കാര്യത്തിൽ മമ്മിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്താ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയ മാളു പെട്ടെന്നായിരുന്നു പുറത്തേക്ക് പോകാനുള്ള തീരുമാനവുമായി വന്നത്. സാധാരണ ഞാൻ സ്നേഹത്തോടെ നിർബന്ധിച്ചാൽ മാളു എത്ര വേണ്ടെങ്കിലും സമയമില്ലെങ്കിലും അത് വേണ്ടാന്ന് വെക്കില്ല. പക്ഷെ ഞാൻ ഇന്ന് കഴിച്ചിട്ട് പോയാൽ മതിന്ന് എത്ര തവണ നിർബന്ധിച്ചിട്ടും അവൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഓടി ഇറങ്ങി പോവുകയായിരുന്നു. എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. തിരിച്ചു വന്ന ആള് ഇവിടുന്ന് ഇറങ്ങിപ്പോയ മാളുവേ ആയിരുന്നില്ല. ഒരുമാതിരി പനിച്ചു വിറച്ച് ആകെ ഒരു വല്ലാത്ത രീതിയിൽ. ഞാൻ ശരിക്കും പേടിച്ചു പോയി ജോബിൻ. മാളു ആരെ കാണാനാ പോയെന്ന് മമ്മിയോട് പറഞ്ഞോ? ഒരു ഫ്രണ്ട് ലൈബ്രറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് പോയത്. തിരിച്ചു വന്നപ്പോ ഞാൻ ഫ്രണ്ടിനെ കണ്ടോന്ന് ചോദിച്ചപ്പോ അതിനല്ലേ പോയത് എന്നിത്തിരി ഒച്ചത്തിലാ സംസാരിച്ചത്. മാളു ഒരിക്കലും എന്നോടോ നിന്നോടോ അങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം മാളുവിനെ കണ്ട സിറ്റുവേഷൻ നിനക്ക് ഓർമ്മയില്ലേ ജോബിൻ? അന്ന് അവളുടെ വീട്ടിൽ ആ പൂജ നടന്ന ദിവസം. അത്ര വയലന്റ് ഒന്നും അല്ലെങ്കിലും അതിന്റെ ഒരു ചെറിയ പതിപ്പായിരുന്നു ഇന്നവൾ.
എപ്പോഴാ മാളുവിന് പനി തുടങ്ങിയത്? കുറച്ചു സമയം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിക്കാൻ വിളിച്ചപ്പോ ബെഡിൽ തളർന്നു കിടക്കായിരുന്നു അവള്. ആ കോലം കണ്ട് പേടിച്ചിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ മമ്മി. ജോബിൻ, ഇന്നലെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോ മാളുവിന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുവെന്നും അതിൽ അവൾ ഷോക്കായി പോയെന്നും രാവിലെ നീ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഓർമ്മയുണ്ട് മമ്മി. ഇന്നും മാളു കാണാൻ പോയ ആ ആള് ആ ഫ്രണ്ട് തന്നെ ആയിരിക്കുമോ? ഏയ്, ഇത് ആ ആളൊന്നും ആയിരിക്കില്ല മമ്മി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നു മമ്മി? ഇല്ല, ഇവിടെ ആരും വന്നില്ല. നീ എന്താ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. മാളു, എന്തു പറ്റിയത്? എനിക്ക് പനിയുണ്ടോ? ആഹാ, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഇത് എന്തു പറ്റിയത് എനിക്ക്? ഞാൻ രാവിലെ പോകുമ്പോൾ തനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എപ്പോഴാണ് തുടങ്ങിയത്? വേണ്ട മാളു, വൈകി താൻ കിടന്നോ? സാരില്ല, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. മമ്മി തന്ന ടാബ്ലറ്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ചെറുതായ ഒരു ആശ്വാസം പോലെ ഉണ്ട്. അത് കഴിച്ചിട്ട് ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് കഴിച്ചതാ. ഇതുകൂടെ കഴിച്ചോ. കുറച്ച് കഴിയുമ്പോ പനി വിടും. ഇല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊണ്ട് ശരിപ്പെടുത്താന്നേ. താൻ വിഷമിക്കണ്ട, കഴിക്കേ. പെട്ടെന്ന് താനിങ്ങനെ അപ്സെറ്റ് ആവാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോഴും അരുൺ ഭാസ്കറിന്റെ ഇഷ്യൂ തന്നെയാ തന്റെ മനസ്സ്, അല്ലേ? തന്നോട് ആ വിഷയം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഞാൻ എത്ര തവണയായി പറയുന്നു. എന്തിനാ താൻ അയാളെ ഇങ്ങനെ പേടിക്കുന്നേ? എടോ, അയാൾ തന്നെ കണ്ട കാര്യം എപ്പോഴേ മറന്നിട്ടുണ്ടാവും. പിന്നെ താൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? ചുമ്മാ ടെൻഷൻ അടിച്ച് ഇപ്പൊ തന്നെ താനൊരു കോലമായിട്ടുണ്ട്. തൻ്റെ ഈ ഫിസിക്കൽ കണ്ടീഷനിൽ ഇനി ആ ട്രിപ്പ് പോലും മാറ്റിവെക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഡോക്ടർ, എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഞാൻ ഓക്കെ ആയിക്കോളും, പ്ലീസ്. എപ്പോ ഓക്കെ ആവുമെന്ന്? വെറും നിസ്സാര കാര്യങ്ങളിൽ പോലും തൻ്റെ നിലപാട് ഇതാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഈ ട്രിപ്പ് ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട്. പണ്ട് കല്യാണം ആലോചിച്ച് ഒരുത്തിനെ വഴി കണ്ടപ്പോൾ താൻ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ അയാളൊരു ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ വീട്ടിൽ കയറി വന്നാ താൻ പേടിച്ച ആ സ്പോട്ടിൽ വെച്ച് തന്നെ ജീവിതം അവസാനിപ്പിക്കുമല്ലോ. അല്ല, അത് പോട്ടെ. ഇന്ന് താൻ മമ്മിയോട് പറയാതെ എവിടേക്കാ പോയത്? ഞാൻ എവിടേക്കാ പോയത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? താൻ പുറത്തു പോയി വരുന്നിടം വരെ തനിക്ക് പനിയോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് മമ്മി പറഞ്ഞല്ലോ. ആ ശരിയാ, രാവിലെ ഞാനിന്ന് പുറത്തു പോയിരുന്നു. അതെവിടെ അടുത്താ? അത് എവിടെയാണെന്നാ ചോദിച്ചത്. പോയ സ്ഥലത്തിന് പേരില്ലേ? അത് ചർച്ചിനടുത്തുള്ള കൂൾ ബാറില്ലേ, അവിടെ വരെ. എന്തിനാ അവിടെ പോയത്? ആരെങ്കിലും കാണാനുണ്ടായിരുന്നോ? ഇതെന്താ ഡോക്ടർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കുന്നേ? പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അവളെ ലൈബ്രറിയിലുണ്ടെന്നും അങ്ങോട്ട് ചെന്ന് കാണാമെന്നും പറഞ്ഞു. അവിടെ ചെല്ലുന്നതിന് മുൻപ് അവളെ വിളിച്ചു പറഞ്ഞു ആ കൂൾ ബാറിൽ വെച്ച് കാണാമെന്ന്. അവിടെ പോയി ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു, കുറച്ചു നേരം സംസാരിച്ചു. ഇത്രയാ ഉണ്ടായത്. ഇനി എന്തെങ്കിലും അറിയണോ? അതിന് താനിങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്ന എന്തിനാ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇറിറ്റേറ്റഡ് ആവാതെ പിന്നെ ഞാനൊന്ന് പുറത്തു പോയതിന് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ?